ഇതിലേക്കൂടെ പോയി പരിചയമില്ലാത്ത ആരെങ്കിലും രാത്രിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും അപകട സൂചനകൾ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തീർത്ത് വരികയോ ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സഹായമായിരുന്നു. ഇത് പാഞ്ഞ് വരുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ദേഹത്ത് കയറുമല്ലോ എന്ന് കണക്കൂട്ടി ദാണ്ട് ആ വരിക്കല്ലിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ സൈഡ് ഈ കുഴി ഞാൻ കാണുന്നില്ല. പെട്ടെന്ന് എൻ്റെ വണ്ടി ഞാനിവിടെ ഇതിനകത്ത് അങ്ങ് വീഴുകയാണ്. വീണ് ഒന്നും അറിയാൻ വയ്യ. നെറ്റിയിൽ 9 കുത്തിക്കെട്ടുണ്ട്. ഈ മേളത്തെ താടിക്ക് 4 കുത്തിക്കെട്ടുണ്ട്. മൂക്കും ദാണ്ട് ഇത് കണ്ടില്ലേ, കൈ, കാല്, മുട്ട് മൊത്തം, എൻ്റെ ശരീരം മൊത്തം മുറിവുകളാണ്. ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് എന്താണ് കിട്ടിയ മറുപടി? അവിടെ അന്ന് ഞായറാഴ്ചയായിരുന്നു. അന്വേഷിക്കാം, അന്വേഷകൻ തിങ്കളാഴ്ച വരും. ഇതുവരെയ്ക്കും ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഞാൻ തിരക്കാനും പോയില്ല. പതുക്കെ ഞാൻ വന്ന് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഹെൽമെറ്റ് ഇരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ കണ്ട എൻ്റെ മൂക്ക് സഹിതം താടി സഹിതം ഇത് കണ്ട അടിക്ക് മൊത്തം തകർന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. ഒരു കമ്പിയെ കയറിയെങ്കിൽ, ഒരു കമ്പിയിലോ ആ സ്ലാബ് അല്ലാത്ത ഒരു സ്ഥലത്തോ ആ സൈഡിലായാൽ വന്ന് ഇരുത്തി താഴോട്ടങ്ങ് മറിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്കും ഓച്ചിറയ്ക്കും ഇടയിലുള്ള വലിയകുളങ്ങര എന്ന സ്ഥലത്താണ്. ഇവിടെ ദേശീയപാത 66 പണി വളരെ ഭംഗിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ അതാണ് പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, കാര്യം ഇവിടെ ദേശീയപാതയുടെ പണി പുരോഗമിക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ശരിക്കും 4 വരിയായിരുന്നു പാതയുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 4 വരി എന്നുള്ളത് 2 വരിയായി വെട്ടിച്ചുരുക്കുകയും റോഡിൻ്റെ ഇരുവശത്തുമുള്ള സ്ഥലങ്ങൾ കൂടി അപഹരിച്ചുകൊണ്ട് ആ റോഡിനെ കുറച്ച് ഇടുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇവിടെ പലയിടങ്ങളിലും നമുക്ക് അത്ര കാര്യമായി ഒരു വാർണിംഗ് ബോർഡുകളോ മറ്റൊന്നോ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം ഇവിടെ അമിത വേഗതയിലാണ് ഒട്ടുമിക്ക വലിയ വാഹനങ്ങളും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരുചക്ര വാഹനങ്ങളിലടക്കമുള്ള അല്ലെങ്കിൽ കാറുകളിൽ പോകുന്ന ചെറിയ വാഹനക്കാർക്ക് വളരെയധികം യാത്രാ ദുരിതമാണ് ഇവിടെ നേരിടേണ്ടി വരുന്നത്. പലരും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലൂടെ അവരവരുടെ വീടുകളിലേക്ക് ജോലിയും കഴിഞ്ഞ് പോകുന്നവരും അല്ലാതെ മറ്റു ആവശ്യങ്ങൾക്കായി പോകുന്നവരും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ റോഡിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ അധികൃതർ ഇതിന് വേണ്ട ഇവിടെ ഒരു വേഗതാ നിയന്ത്രണത്തിനുള്ള സംവിധാനമോ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളുടെ ഒരു ശക്തമായ നിരീക്ഷണ രീതികളോ ഒന്നും യാതൊന്നും തന്നെ ഈ ഇത്രയും ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ദേശീയപാത 66 പ്രവർത്തനങ്ങൾ, പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റോഡ് വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നിടത്തൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പോലീസിനെയോ മറ്റ് അല്ലെങ്കിൽ ഹോം ഗാർഡുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേഗതാ നിയന്ത്രണത്തിനുള്ള യാതൊരു സംവിധാനങ്ങളും ഇപ്പോൾ ഈ ഭാഗങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ വാഹനങ്ങൾ അമിതമായ വേഗതയിൽ KSRTC ബസ്സുകൾ, വലിയ ടോറസ് ലോറികൾ, ടിപ്പറുകൾ, അതുപോലെ ഉള്ള ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ ഇവയെല്ലാം തന്നെ അമിത വേഗത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പൊടിയുടെ ശല്യവും ഈ പറയുന്ന ഇരുചക്ര വാഹനക്കാരെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ കൈ പിടിച്ചുകൊണ്ടുള്ള യാത്രകളായി മാറുകയാണ് ഈ നാട്ടിലുള്ള ഇരുചക്ര വാഹനക്കാരും കാൽനട യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും അതുപോലെ ചെറിയ വാഹനങ്ങളിലുള്ള യാത്രക്കാരുടെയും ഒക്കെ അവസ്ഥ. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപകടം നടന്നിരുന്നു. ജോലി കഴിഞ്ഞ് രാത്രിയിലത്തെ ജോലി കഴിഞ്ഞ് മടങ്ങിപ്പോയ ഒരാൾ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു കുഴിയിൽ വീണിട്ട് അദ്ദേഹത്തിന് സാരമായ പരിക്ക് പറ്റുകയുണ്ടായി. തലയിലും നെറ്റിയിലും ഒക്കെ മൂക്കിലും 2 പല്ലുകൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയുണ്ടായി. ഇവിടെ കുഴിയിലേക്ക് ഒരു ടോറസ് ലോറി അമിത വേഗതയിൽ ഓടി വരികയും ആ വന്ന ലോറിയെ കണ്ട് ഭയന്ന അദ്ദേഹത്തിൻ്റെ വണ്ടി കുഴിയിലേക്ക് നേരിട്ട് വീഴുകയുമാണ് ഉണ്ടായത്. അതേസമയം ഈ കുഴിയിലേക്ക് വീഴുന്നതിന് ബ്ലോക്ക് ചെയ്യുന്നതിനായി ബാരിക്കേഡുകളോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ റോഡിലില്ല. അഗാധതയിലുള്ള ഏകദേശം 2-3 അടിയോളം ആഴത്തിലുള്ള കുഴികളാണ് പലയിടത്തും കാണുന്നത്. അതുപോലെ കോൺക്രീറ്റിൻ്റെ ഭാഗമായി ഇവിടെ കുത്തി നിർത്തിയിരിക്കുന്ന കമ്പികളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ കുഴിയിലേക്ക് കാൽ തെറ്റിയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടോ മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുചക്ര വാഹനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലായി മാറുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. ഇവിടെ അപകടം പറ്റിയ പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്? ലൂട്ട് കഴിഞ്ഞ് ഞാൻ കിഴക്കൂടാണ് പോകുന്നത്. എൻ്റെ വീട് കാപ്പിലാണ്. അപ്പം അന്നത്തെ ദിവസം പെട്രോൾ ഇല്ലാഞ്ഞുകൊണ്ട് വവാകാവി വന്ന് പെട്രോളും അടിച്ച് 6:05 ആയപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ച് രാവിലെ ഈ ഞായറാഴ്ച 31/3/2024 രാവിലെ 6:10 ഈ സംഭവം. എങ്ങനെയായിരുന്നു സംഭവം? അപകടം എന്ന് പറഞ്ഞാൽ ഈ ടേണിങ്ങിന് ഏതാണ്ട് ഇപ്പം തന്നെ നോക്കുക, അമിത വേഗതയിലാണ് വണ്ടി പോകുന്നത്. അവിടെ നിന്നൊരു ടോറസ് ലോറി വരികയാണ്. അപ്പം ഇത് പാഞ്ഞ് വരുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ദേഹത്ത് കയറുമല്ലോ എന്ന് കണക്കൂട്ടി ദാണ്ട് ആ വരിക്കല്ലിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ സൈഡ് ഈ കുഴി ഞാൻ കാണുന്നില്ല. പെട്ടെന്ന് എൻ്റെ വണ്ടി ഞാനിവിടെ ഇതിനകത്ത് അങ്ങ് വീഴുകയാണ്. വീണ്
ഒന്നും അറിയാൻ വയ്യ. അപ്പോൾ ആളുകൾ കൂടുമ്പോഴാണ് എനിക്ക് പിന്നെ ശ്രദ്ധ വരുന്നത് പോലും. അപ്പോൾ ആ കടയിൽ വന്ന ഒരു ചേട്ടനാണ് പെട്ടെന്ന് വന്ന് എന്നെ പൊക്കിയെടുക്കുന്നത്. എന്തൊക്കെ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്? അപ്പോൾ അവർക്ക് ഇവിടെ നെറ്റിയിൽ 9 കുത്തിക്കെട്ടുണ്ട്. ഈ മേളത്തെ താടിക്ക് 4 കുത്തിക്കെട്ടുണ്ട്. മൂക്കും ഇത് കണ്ടില്ലേ, കൈ, കാല്, മുട്ട് മൊത്തം, എൻ്റെ ശരീരം മൊത്തം മുറിവുകളാണ്. എന്നാൽ ഞാൻ 3 റൗണ്ട് ഇവിടെ ഞാൻ കണ്ടോ, ഇതിപ്പം ഒട്ടിച്ച് വെച്ചിരുന്നതാണ്. ഇതെല്ലാം ഇളകി അങ്ങ് പോവുക. ഇത് ഇരിക്കുന്നില്ല, വിയർത്ത് കഴിയുമ്പോൾ ഇളകി അങ്ങ് പോവുക. എന്നെ വണ്ടിക്കാണെങ്കിൽ 15,000 രൂപ ഇപ്പം ഷോറൂമിൽ കൊണ്ടുവന്ന് കൊടുത്ത് മൊത്തം തകർന്ന് ഫ്രണ്ടെല്ലാം പോയി. ഞാൻ ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പരമ്പരമായി കൊണ്ടുവന്ന് സ്റ്റേറ്റ്മെൻറ്റ് അവർ 2 ആൾക്കാർ നല്ല മനസ്സുള്ളവരായിരുന്നു. ഒരു വണ്ടിയെ കയറ്റി കൊണ്ടുപോയി പെട്ടെന്ന് എൻ്റെ മോനെ വിളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ അല്ല ഈ പരാതി നമ്മൾ ഓച്ചറ പോലീസ് സ്റ്റേഷനിലല്ലേ, ഓച്ചറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അവിടെ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് എന്താണ് കിട്ടിയ മറുപടി? അവിടെ അന്ന് ഞായറാഴ്ചയായിരുന്നു. അന്വേഷിക്കാം, അന്വേഷകൻ തിങ്കളാഴ്ച വരും. ഇതുവരെയ്ക്കും ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഞാൻ തിരക്കാനും പോയില്ല. ഞാൻ പിന്നെ APP കണ്ട, APP എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് അത് ഇപ്പം ക്ലെയിം കിട്ടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. ഇതിന് അതെന്താ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ 2 പല്ലും ഇതൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ ക്ലെയിമിൻ്റെ ഒരു വക്കീൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തന്നെ വന്ന് കുഴി ചാടിയോണ്ട് ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതായത് ശരിക്കും താങ്കളുടെ അപകടത്തിന് പ്രധാന കാരണമെന്ന് വെച്ചാൽ ഈ റോഡിൽ പിന്നെ ഒരു അശാസ്ത്രീയമായി എടുത്തിരിക്കുന്ന കുഴി, ഒരു ബാരിക്കേഡ് പോലും വെക്കാതെ ഇവിടെ കുഴി ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നു. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല. പതുക്കെ ഞാൻ വന്ന് അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഹെൽമെറ്റ് ഇരുന്നത് ഭാഗ്യം. ഇല്ലെങ്കിൽ കണ്ട എൻ്റെ മൂക്ക് സഹിതം താടി സഹിതം ഇത് കണ്ട അടിക്ക് മൊത്തം തകർന്നതാണ്. അപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം കറക്റ്റ് ഇതെടുത്തത് അതുകൊണ്ട്. അപ്പം ഇത്രയും നല്ല രീതിയിൽ ഇവിടെ വന്ന് തലയടിച്ച് വീടുമായിരുന്നെങ്കിൽ പണിയങ്ങ് തീരത്തില്ലയോ. ഈ ഒരു കമ്പിയെ കയറിയെങ്കിൽ, ഒരു കമ്പിയിലോ ആ സ്ലാബ് അല്ലാത്ത ഒരു സ്ഥലത്തോ ആ സൈഡിലായാൽ വന്ന് ഇരുത്തി താഴോട്ടങ്ങ് മറിഞ്ഞത്. ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ നിരന്തരം നടക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ആണ്. ഇപ്പം ഇവിടെ വേണ്ട ചായക്കട തന്നെ പറഞ്ഞ് ഞാൻ വീഴുന്നതിൻ്റെ തലേന്നൊരു തമിഴൻ പയ്യൻ വീണു. അതിൻ്റെ 4 ദിവസത്തേക്ക് മുമ്പ് ഒരു ഭാര്യയും ഭർത്താവ് കൂടെ വീണു. ഞാൻ വീണതിൻ്റെ പിറ്റേന്ന് ഒരു ഭാര്യയും ഭർത്താവ് കൂടെ വീണു. സ്ഥിരം അപകടമാണ് ഇവിടെ. ഇവിടെ സ്ഥിരമായി അപകടം നടന്നു വരുന്ന ഒരു മേഖലയായി തന്നെയാണ് പലരും ഈ പ്രദേശത്തുള്ളവർ പോലും പറഞ്ഞു തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന് അപകടം വരുന്നതിന് തലേ ദിവസവും തൊട്ടടുത്ത ദിവസവും തന്നെ ഇവിടെ അപകടം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ സ്ഥിരമായി അപകടങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്? ഇവിടെ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇത് കുഴിച്ചിട്ടതിന് ശേഷം നല്ല അപകടങ്ങൾ നടക്കാറുണ്ട്. നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ കണ്ടിട്ടുണ്ടോ അപകടം നടക്കുന്നതായിട്ട്? 1-2 എണ്ണമൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് പെട്ടെന്ന് ഒരു തീരുമാനം ആക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നല്ല ബുദ്ധിമുട്ടാണ്. നമുക്കാണെങ്കിലും ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒത്തിരി സമയം നിന്നിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് പണി പൂർത്തീകരിച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് വലിയ ഹെൽപ്പായിരുന്നു. ഇനിയും ഒരുപാട് ജീവനുകളൊന്നും പോകത്തില്ല, അപകടവും പറ്റത്തില്ല. ബാരിക്കേഡ് ഇല്ലാത്ത കാര്യം, ഇതിലേക്കൂടെ പോയി പരിചയമില്ലാത്ത ആരെങ്കിലും രാത്രിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും അപകട സൂചനകൾ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തീർത്ത് തരികയോ ചെയ്തു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സഹായമായിരുന്നു. എന്നാൽ ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ അധികാരികൾ ഇവിടെ ഒരു ബാരിക്കേഡ് നിർമ്മിച്ച് ഇവിടെ ഒരു ആൾക്കാരെ ഒന്ന് തടയുന്നതിനോ അങ്ങനെയുള്ള യാതൊരു നടപടിയും ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇവിടെ കാര്യമായി പ്രവൃത്തികൾ നടന്നു വരികയാണ്. കോൺക്രീറ്റ് അടക്കമുള്ള പ്രവൃത്തികൾ നടന്നു വരുന്നു. റോഡിൻ്റെ ഇരുവശവും കുഴിച്ചുകൊണ്ട് ഇവിടെ വർക്കുകൾ നടന്നു വരികയാണ്. അതേസമയം ഇവിടെ നമ്മൾ ഒരു തരത്തിലും ഒരു ബാരിക്കേഡും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയും ഇരിക്കുന്നു. പോലീസിൽ അദ്ദേഹം പരാതിപ്പെട്ടിരുന്നു. പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഇതുവരെയായി യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഏകദേശം 1-ാം തീയതി നടന്ന അപകടം, അതിനുശേഷം 31-ാം തീയതി നടന്ന അപകടം, അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും യാതൊരുവിധ ഒന്ന് വിളിപ്പിക്കാൻ പോലും നമ്മുടെ പോലീസ് അധികാരികൾ ഏമാന്മാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനകത്തിലെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമായി നമുക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ ഈ അനധികൃതമായി അല്ല എങ്കിൽ തന്നെയും ഈ രീതിയിലൊക്കെ കുഴിയൊക്കെ എടുത്ത് ജനങ്ങളുടെ ജീവനെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുമ്പോൾ, നിർമ്മാണ പ്രവൃത്തികൾ നടത്തുമ്പോൾ അല്പമെങ്കിലും കരുണ ഇവിടുത്തെ ഇരുചക്ര വാഹനക്കാരോടും ചെറിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരോടൊക്കെ കാണിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്.